Hello my dear students, welcome to EduZone, the commerce platform. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബിസിനസ് സ്റ്റഡീസിലെ പ്രൈവറ്റ് പബ്ലിക് ആൻഡ് ഗ്ലോബൽ എൻ്റർപ്രൈസ് എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ പാർട്ടായ ചേഞ്ചിങ് റോൾ ഓഫ് പബ്ലിക് സെക്ടർ എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. ചേഞ്ചിങ് റോൾ ഓഫ് പബ്ലിക് സെക്ടർ എന്ന ടോപ്പിക്ക്, ദെൻ മൾട്ടിനാഷണൽ കമ്പനീസ്, ഗ്ലോബൽ എൻ്റർപ്രൈസ്, ദെൻ ജോയിൻറ്റ് വെഞ്ചർ, പിന്നെ നമ്മുടെ PPP എന്താണ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്, ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക് ചേഞ്ചിങ് റോൾ ഓഫ് പബ്ലിക് സെക്ടർ, പൊതുമേഖലയുടെ മാറിക്കൊണ്ടിരിക്കുന്ന പങ്ക്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ, എക്കണോമിക് സ്റ്റാൻഡേർഡ് നോക്കാൻ, അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടി നമ്മളെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് തന്നെ പ്രധാനമായും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് പൊതുമേഖലക്കാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പിന്നെ അതിൻ്റെ ലക്ഷ്യം ദാരിദ്ര്യം നിർമ്മാർജ്ജനം, തൊഴിലില്ലായ്മ ഒഴിവാക്കുക, നിരക്ഷരത സാക്ഷരരാക്കുക, പ്രാദേശികമായ സന്തുലിതാവസ്ഥ, ഇവയൊക്കെ നിലനിന്ന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പൊതുമേഖലയെ കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ചേഞ്ചിങ് റോൾ ഓഫ് പബ്ലിക് സെക്ടർ, പൊതുമേഖലയെ മാറിക്കൊണ്ടിരിക്കുന്ന പങ്കിനെക്കുറിച്ച്, അതിനു വേണ്ടിയിട്ട് നമ്മുടെ രാഷ്ട്രത്തിൽ ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഓരോ റോള് പറയുന്നത്. പൊതുമേഖലയ്ക്ക് പ്രാമുഖ്യം നൽകേണ്ടതിലുള്ള കാര്യകാരണങ്ങൾ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദ റാഷണൽ ഓഫ് ഗിവിങ് ഇമ്പോർട്ടൻസ് ടു ദി പബ്ലിക് സെക്ടർ ആർ ഡിസ്കസ്ഡ്. ഓക്കെ, ദെൻ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചു. എന്താണ് അടിസ്ഥാന സൗകര്യം? ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, അല്ലേ? പിന്നെന്താണ് കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഫ്യൂവൽ, എനർജി, അല്ലേ? ഇന്ധനം, ഊർജം, ഇതൊക്കെ ഉപയോഗിച്ച് അടിസ്ഥാനപരവും ഭീമവുമായ വ്യവസായങ്ങൾ തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് ഇവയൊക്കെ ആണ്. ഓക്കെ, വ്യവസായവൽക്കരണത്തിന് അത്യാവശ്യമായ ഒന്നാണ് അടിസ്ഥാന സൗകര്യം. കാരണം നല്ല ഫെസിലിറ്റീസ്, ഈ പറഞ്ഞ റോഡ്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റിയൊക്കെ ഉണ്ടായാലേ നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഇത്തരം സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി. ദെൻ സെക്കൻഡ് പോയിൻ്റ് റീജിയണൽ ബാലൻസ്, പ്രാദേശികമായ സന്തുലിതാവസ്ഥ. കാരണം ബാക്ക്വേർഡായിട്ടുള്ള ഏരിയയിലൊക്കെ, ബാക്ക്വേർഡ് റീജിയൻസിലൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി കുറവാണ്. ഉള്ളോട്ട് ഏരിയയിലൊക്കെ റോഡ് സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അങ്ങനെ കുറഞ്ഞ സ്ഥലത്ത് പൊതുവേ എന്തുണ്ടാവില്ല, ബിസിനസ് സ്ഥാപനങ്ങളും മുന്നോട്ട് ഇറങ്ങില്ല. കാരണം റേഞ്ച് പ്രോബ്ലം, റോഡ്, അങ്ങനത്തെ ഫെസിലിറ്റി ഒന്നും ഇല്ലാത്ത ഏരിയയിൽ ബിസിനസ് സ്ഥാപനങ്ങൾ പൊതുവേ കുറവായിരിക്കും. അവരെന്നും ബാക്ക്വേർഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് വരുത്തിയ മാറ്റം എന്ന് പറയുന്നത് ഓരോ 5 ഇയർ പ്ലാനിലും ഇതുപോലുള്ള ഏരിയയിലെ വികസനത്തിന് വേണ്ടിയിട്ട് അവരെ ഒന്ന് പ്രത്യേകം കൺസിഡർ ചെയ്യും. ഓക്കെ, പ്രാദേശികമായ സന്തുലിതാവസ്ഥ, റീജിയണൽ ബാലൻസ്. തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ, വൻതോതിലുള്ള സാമ്പത്തിക നേട്ടം, വൻതോതിലുള്ളതിൻ്റെ സാമ്പത്തിക നേട്ടം. അതായത് പൊതുമേഖലയിൽ ഭീമമായി മൂലധനമിറക്കി വലിയ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുക വഴി വൻതോതിലുള്ള ബിസിനസ്സിൻ്റെ നേട്ടം കൈവരിക്കാൻ സാധിക്കും. അതായത് പബ്ലിക് ഏരിയയിലൊക്കെ, പബ്ലിക് മേഖലയിലെ പബ്ലിക് സെക്ടറിലൊക്കെ അത്യാവശ്യം നല്ല വലിയ ബിസിനസ്സൊക്കെ തുടങ്ങി അങ്ങനെ ചെയ്താൽ വൻതോതിലുള്ള ബിസിനസ്സിൻ്റെ നേട്ടം കൈവരിക്കാൻ കഴിയും. അതാണ് ഇലക്ട്രിക് പവർ, പെട്രോളിയം, റിഫൈനറി, ടെലിഫോൺ ഇൻഡസ്ട്രിയൊക്കെ പബ്ലിക് സെക്ടറിലേക്ക് ആക്കിയ രൂപത്തിൽ ചെയ്തതിൻ്റെ ഉദ്ദേശം. ഓക്കെ, ദെൻ ഫോർത്ത് പോയിൻ്റ് ചെക്ക് ഓവർ കോൺസെൻട്രേഷൻ ഓഫ് എക്കണോമിക് പവർ, സാമ്പത്തിക ശക്തിയുടെ കേന്ദ്രീകരണത്തെ തടയുന്നു.
എന്താ അങ്ങനെ വെച്ചാൽ സ്വകാര്യ മേഖല വളരെ കുറച്ച് വ്യവസായ സംരംഭങ്ങൾ മാത്രമേ വലിയ തോതിലുള്ള വ്യവസായങ്ങൾ തുടങ്ങാനായി ഭീമമായ മുതൽ മുടക്ക് നടത്താൻ തയ്യാറാവും. അതായത് ഏറ്റവും പ്രൈവറ്റ് സെക്ടറിലൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ബിസിനസ്സൊക്കെ തുടങ്ങുന്ന ആളുകൾ കുറവായിരിക്കും. കാരണം അങ്ങനെ തുടങ്ങുമ്പോൾ ഒരാളെ ഏരിയയിൽ മാത്രമായിരിക്കും, ഒരാളെ കയ്യിലുകൾ മാത്രമായിരിക്കും പണം കൂടുതലുണ്ടാവും അല്ലേ. പൊതുമേഖലയ്ക്ക് വലിയ വ്യവസായങ്ങൾക്ക് വേണ്ട ഭീമമായ നിക്ഷേപത്തിനും അതുവഴി വരുമാനം കൂടുതലും തൊഴിലാളികളിലെത്തിക്കാനും കഴിയും. പൊതുമേഖലയിലാണെങ്കിൽ പബ്ലിക് സെക്ടറിലാണ് ഈ ഒരു ഏറ്റവും വലിയ ബിസിനസ് സ്ഥാപനം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ തൊഴിലാളികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അങ്ങനെ സമ്പത്ത് കുറച്ച് പേരിൽ നിന്ന് കുമിഞ്ഞുകൂടുന്നത് ഒഴിവാക്കാനും ഒരു പരിധിവരെ സാമ്പത്തിക സമത്വം കൈവരിക്കാനും കഴിയും. അങ്ങനെ പബ്ലിക് സെക്ടറിൽ ലാർജ് ബിസിനസ് സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അത്തരം ഏരിയയിൽ അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലത്തെ ഒഴിവാക്കാനും എക്കണോമിക് ബാലൻസ് ശരിയാക്കാനും കഴിയും. ഓക്കെ, ദെൻ 5th പോയിൻ്റ് എന്ന് പറഞ്ഞത് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇറക്കുമതി ബദൽ. അതായത് സർക്കാർ പൊതുമേഖലയിൽ നേരത്തെ ഇറക്കുമതി ചെയ്തിരുന്ന ക്യാപിറ്റൽ ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കാവുന്ന വ്യവസായ സംരംഭങ്ങൾ തുടങ്ങി. അതായത് നമ്മൾ മുമ്പൊക്കെ ഒരുപാട് ഐറ്റംസ് നമ്മൾ ഒരുപാട് റോ മെറ്റീരിയൽ നമ്മൾ ഇറക്കുമതി ചെയ്യലായിരുന്നു, ഇമ്പോർട്ട് ചെയ്യലായിരുന്നു ഓരോ പ്രോഡക്റ്റ് ഉണ്ടാക്കാനും. എന്നാൽ ഇപ്പോൾ നമ്മൾ ആ റോ മെറ്റീരിയൽ നമ്മുടെ നാട്ടിൽ തന്നെ പ്രൊഡക്ഷൻ നടത്തി നമ്മളത് ആ റോ മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ. അതിൽ ഒരു കാര്യം കൂടി ഉണ്ട്, ഗവൺമെൻറ് പോളിസി ടുവാർഡ്സ് പബ്ലിക് സെക്ടർ സിൻസ് 1991. 1991 ശേഷമുള്ള സർക്കാരിൻ്റെ പൊതുമേഖലാ നയം, അതായത് 91 വ്യവസായ നയം വഴി 4 മുഖ്യ പരിഷ്കാരങ്ങളാണ് ഇന്ത്യൻ ഗവൺമെൻറ് പൊതുമേഖലയിൽ വരുത്തിയത്. 1991 പൊതുമേഖലാ നയപ്രകാരം 4 പരിഷ്കാരങ്ങൾ നടത്തി. ഒന്ന്, വികസിക്കാനും നിലനിൽക്കാനും കെൽപ്പുള്ള പൊതുമേഖലാ സംരംഭങ്ങളുടെ പുനരധിവാസവും പുനരുദ്ധാരണവും. അതായത് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് സ്ഥാപനങ്ങളെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് അവരെ അതിന് വേണ്ട സഹകരണങ്ങളൊക്കെ കൊടുത്തു. അതേസമയം രണ്ടാമത്തത്, വികസിക്കാൻ കഴിയാത്ത സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടി. നമുക്കറിയാം അല്ലേ, ചില സ്ഥാപനം എത്ര തന്നെയൊക്കെ ക്യാഷ് ഇറക്കിയാലും നഷ്ടത്തിലെ ഓടുക, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പെട്ടെന്ന് പൂട്ടും അല്ലേ. അത് നോൺ സ്ട്രാറ്റജിക് പബ്ലിക് സെക്ടറിലെ സർക്കാരിൻ്റെ ഓഹരി ഉടമസ്ഥത 26% എന്നുള്ളതിന് അല്ലെങ്കിൽ അതിൽ കുറവ് എന്നുള്ള രൂപത്തിൽ അവരുടെ ഷെയർ കുറച്ചു. ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് 26% എന്ന് ഷെയർ കൊടുക്കുന്നതിന് പകരം അതിലും കുറഞ്ഞ അളവിൽ കൊടുക്കാൻ നോക്കി. 4ാമത് ചെയ്ത പരിഷ്കാരം എന്ന് പറയുന്നത് ജോലിക്കാരുടെ താല്പര്യം പൂർണ്ണമായി സംരക്ഷിക്കുക. അതായത് എംപ്ലോയീസിന് പൂർണ്ണ സംരക്ഷണം കൊടുത്തിട്ട് അവരുടെ താല്പര്യങ്ങളെ സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. 1991 സർക്കാരിൻ്റെ പൊതുമേഖലാ നയങ്ങളായിരുന്നു ഇതൊക്കെ. ഓക്കെ, ഈ നയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നടപ്പാക്കാൻ വേണ്ടി ഗവൺമെൻറ് took the following steps to achieve the above. അതായത് ഈ പറഞ്ഞ 4 കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഇനി പറയുന്ന കാര്യങ്ങളാണ് സർക്കാർ കൈക്കൊണ്ടത്. ഒന്നാമത്, റിഡക്ഷൻ ഇൻ ദ നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് റിസർവ് ഫോർ ദി പബ്ലിക് സെക്ടർ. പൊതുമേഖലക്കായി റിസർവ് ചെയ്തിരിക്കുന്ന വ്യവസായങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരുത്തുക. അതായത് പൊതുമേഖലയിൽ തുടങ്ങുന്ന ബിസിനസ് സ്ഥാപനങ്ങളുടെ എണ്ണം കുറച്ചു. ഓക്കെ, പിന്നെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഷെയർസ് ഓഫ് എ സെലക്ട് സെറ്റ് ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ്. ചില തിരഞ്ഞെടുക്കപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിച്ചു. അതായത് ചില സ്ഥാപനങ്ങളിൽ ഓഹരി വിറ്റഴിക്കൽ, ഇക്വിറ്റി ഓഹരി സ്വകാര്യ മേഖലയ്ക്കും പൊതുജനത്തിനും വിൽക്കുക. അങ്ങനെ ചെയ്യുന്നതിൻ്റെ മുഖ്യമായ ലക്ഷ്യം കൂടുതൽ ലാഭം ആർജിക്കുക, പൊതുജനങ്ങളുടെ ജീവനക്കാരുടെയും കൂടുതൽ പങ്കാളിത്തം ഇത്തരം സംരംഭങ്ങളിൽ ഉറപ്പുവരുത്തലാണ്. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കുക, അതായത് മറ്റു ജനങ്ങൾക്ക് കൂടി, പബ്ലിക്കിന് കൂടി അവസരങ്ങൾ കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ പോളിസി റിഗാർഡിംഗ് സിക്ക് യൂണിറ്റ് ടു ബി സെയിം ആസ് ദി ഫോർ ദി പ്രൈവറ്റ് സെക്ടർ. പീഡിത വ്യവസായ യൂണിറ്റുകളോടുള്ള നയം സ്വകാര്യ മേഖലയിലും ഇതുപോലെ തുല്യമാക്കുക. അതായത് എല്ലാ മേഖലയിലും ഒരേ ലെവലിൽ അവർക്ക് പ്രത്യേക കൺസിഡറേഷൻ കൊടുക്കുക. ദെൻ മെമ്മോറാണ്ടം ഓഫ്
അണ്ടർടേക്കിംഗ്, ധാരണാപത്രം. ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി സർക്കാർ ധാരണാപത്രം എന്ന സംവിധാനവും അവതരിപ്പിച്ചു. ഇത്രയും കാര്യങ്ങളാണ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, അതായത് 91 ശേഷമുള്ള സർക്കാർ പൊതുമേഖലാ നയം നിറവേറ്റുന്നതിനായി ഗവൺമെൻറ് സ്വീകരിച്ച നടപടികൾ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള അടുത്തൊരു ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മളെ ചാപ്റ്ററിൻ്റെ പേരിലുള്ള കാര്യം തന്നെയാണ് ഗ്ലോബൽ എൻ്റർപ്രൈസ്, ആഗോള സംരംഭം. അതിനെ മറ്റൊരു പേരിലറിയും MNC. നിങ്ങൾക്ക് MNC എന്ന് തന്നെ ചോദിക്കാം, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഓർ മൾട്ടിനാഷണൽ കമ്പനി. ഓക്കെ, ആഗോള സംരംഭം എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിനാഷണൽ കമ്പനി. ആ പേരിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ഗ്ലോബൽ എൻ്റർപ്രൈസ് ഓർ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ആർ giant business organization which operate in addition to the country in which it is incorporated in one or more other countries. എന്താണ് അതങ്ങനെ പറഞ്ഞാൽ ആഗോള സംരംഭം അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്നാൽ സ്ഥാപിതമായ രാജ്യം കൂടാതെ, അതായത് അത് സ്റ്റാർട്ട് ചെയ്ത അതിൻ്റെ ആ റൂട്ട് കൺട്രി, അത് സ്ഥാപിച്ച രാജ്യം കൂടാതെ മറ്റ് ഒന്നോ അതിലധികമോ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന അതിഭീമമായ ബിസിനസ് സംരംഭങ്ങളാണ് എന്ത്? ആഗോള സംരംഭങ്ങൾ. അതായത് മൾട്ടിനാഷണൽ കമ്പനിയാണ്, മൾട്ടി നാഷണൽ, ഒന്നിലധികം നാഷണൽ രാജ്യങ്ങളിലാണ് ആ ബിസിനസ് സ്ഥാപനം നടത്തുന്നത്. അത് സ്ഥാപിച്ച രാജ്യത്തിന് പുറമെ മറ്റു ഒന്നോ രണ്ടോ അതിലധികമോ രാജ്യങ്ങളിൽ ഈ ബിസിനസ് വ്യാപിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഈ ബിസിനസ്സിന് അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് പറയാം. അതിൻ്റെ മുമ്പേ പറഞ്ഞാൽ അവിടെ ഹ്യൂജ് സൈസ്, അപ്പോൾ അത്രയും ഒരുപാട് രാഷ്ട്രങ്ങളിലൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് അതിൻ്റേതായ ഫീച്ചേഴ്സ് ഉണ്ടാവും അല്ലേ. എന്തൊക്കെയായിരിക്കും? ഹ്യൂജ് ക്യാപിറ്റൽ റിസോഴ്സ്, ഭീമമായ മൂലധന ശേഷി, നല്ല അത്യാവശ്യം capital. These enterprise possess huge financial resources and the ability to raise funds from various sources. അതായത് നല്ല വലിയ റിസോഴ്സ്, ഹ്യൂജ് ക്യാപിറ്റൽ ആയിരിക്കും അതിനിറക്കിയിട്ടുണ്ടാകുക. അടുത്തത് ഫോറിൻ കൊളാബറേഷൻ, വിദേശ സഹകരണം. അതായത് ആഗോള സംരംഭങ്ങൾ സാധാരണയായി പൊതുമേഖലയും സ്വകാര്യ മേഖലയിലെയും ഇന്ത്യൻ കമ്പനികളുമായി സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, കാരണം വിദേശ സഹകരണം, ഫോറിൻ കൊളാബറേഷനാണ്. ദെൻ തേർഡ് ഫീച്ചർ എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഏറ്റവും ആധുനികമായ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടത്തുക. കാരണം നമ്മുടെ നാട്ടിലെ ലോക്കൽ പരിപാടികളൊന്നും ഈ ഗ്ലോബൽ എൻ്റർപ്രൈസസിൽ പറ്റില്ല. ക്വാളിറ്റി പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ടെക്നോളജി ഡെവലപ്മെൻ്റാണ്. അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ദെൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, വിപണന തന്ത്രം. ഷോർട്ട് ടേം കൊണ്ട് വിപണി കീഴടക്കി വിൽപ്പന വർദ്ധിപ്പിക്കുന്ന വിപണന തന്ത്രങ്ങളാണ് ഇവർ കൈകൊള്ളുന്നത്. അതായത് കുറഞ്ഞ സമയത്തിന് തന്നെ, കുറഞ്ഞ കാലത്തിനുള്ളിൽ തന്നെ മാർക്കറ്റ് പിടിച്ചടക്കി കാര്യങ്ങൾ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ദെൻ എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ് ടെറിഷറി, വിപണി പ്രദേശത്തിൻ്റെ വിപുലീകരണം. MNCകൾ അവരുടെ പ്രവർത്തന മണ്ഡലം അവരുടെ കൺട്രിയുടെ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് വ്യാപിപ്പിക്കുക, അതായത് അത്രയും ഡെവലപ്പ് ചെയ്യിപ്പിക്കുകയാണ്. എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ് ടെറിഷറി. ദെൻ പ്രോഡക്റ്റ് ഇന്നൊവേഷൻ, ഉൽപ്പന്ന നവീകരണം. അവർ ഇങ്ങനത്തെ ഈ മൾട്ടിനാഷണൽ കമ്പനി എന്നൊക്കെ പറഞ്ഞാൽ അവരുടേതായ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യും. ഇന്നൊവേറ്റീവ് പ്രോഡക്റ്റുകൾ അവരുണ്ടാക്കും. അവരുടേതായ റിസർച്ച് ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്ത് അവർ പ്രോഡക്റ്റിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. ദെൻ സെൻട്രലൈസ്ഡ് കൺട്രോൾ, കേന്ദ്രീകൃത നിയന്ത്രണം. എന്താ അങ്ങനെ പറഞ്ഞാൽ? ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് മൾട്ടിനാഷണൽ കമ്പനി ഈസ് ഇൻ ദ ഹോം കൺട്രി. അതായത് മൾട്ടിനാഷണൽ കമ്പനി ആയാലും അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അവരുടെ ഹോം കൺട്രിയിലായിരിക്കും, സ്വന്തം രാജ്യത്തായിരിക്കും. ഇറ്റ് ക്യാൻ എക്സസൈസ് ബെറ്റർ കൺട്രോൾ ഓവർ ദ ഓപ്പറേഷൻ ഓഫ് ഇറ്റ്സ് ബ്രാഞ്ച്. അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, ഈ ഹോം കൺട്രിയിലായിരിക്കും അവർ സെറ്റിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു ബ്രാഞ്ചസിൻ്റെ, മറ്റു കൺട്രീസിലെ ബ്രാഞ്ചസിൻ്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സെൻട്രലൈസ്ഡ് കൺട്രോളാണ്.
ഇത്രയും കാര്യങ്ങളാണ് മൾട്ടിനാഷണൽ കമ്പനിയുടെ ഫീച്ചേഴ്സിൽ വരുന്നത്. ഫസ്റ്റ്, ഹ്യൂജ് ക്യാപിറ്റൽ റിസോഴ്സസ്, ദെൻ ഫോറിൻ കൊളാബറേഷൻ, ദെൻ അഡ്വാൻസ്ഡ് ടെക്നോളജി, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, ദെൻ എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ് ടെറിഷറി, പ്രോഡക്റ്റ് ഇന്നോവേഷൻ, ലാസ്റ്റ് വൺ സെൻട്രലൈസ്ഡ് കൺട്രോൾ. ഇത്രയും കാര്യങ്ങളാണ് മൾട്ടിനാഷണൽ കമ്പനിയുടെ ഫീച്ചേഴ്സ്. അത്യാവശ്യം ഒന്ന് നോക്കുക എല്ലാവരും. ഓക്കെ, അടുത്തൊരു ടോപ്പിക്ക് കൂടി ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ജോയിൻറ്റ് വെഞ്ചേഴ്സ്. ജോയിൻ്റ് പറഞ്ഞാൽ സംയുക്തമാണ് അല്ലേ, കണക്ഷനാണ്. വെഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു സംരംഭം. ജോയിൻറ്റ് വെഞ്ചേഴ്സ് ആൻ അസോസിയേഷൻ ഓഫ് 2 or more individuals or organization formed by agreement for a common purpose or mutual benefit is called joint venture. എന്താ അങ്ങനെ പറഞ്ഞാൽ, ഒരു പൊതു ലക്ഷ്യത്തിനോ പരസ്പര ലാഭത്തിനോ വേണ്ടി 2 അതിലധികമോ വ്യക്തികളോ സ്ഥാപനങ്ങളോ രൂപീകരിക്കുന്ന ഒറ്റ ബിസിനസ് കൂട്ടുകെട്ടിനെ സംയുക്ത സംരംഭം എന്ന് പറയും. അതായത് 2 അതിലധികമോ വ്യക്തികൾ അല്ലെങ്കിൽ 2 അതിലധികമോ ബിസിനസ് സ്ഥാപനങ്ങൾ ഒരു പൊതു ലക്ഷ്യത്തിന് വേണ്ടി, എന്തായിരിക്കും ബിസിനസ്സിൻ്റെ ലക്ഷ്യം? പ്രോഫിറ്റ് ആയിരിക്കും അല്ലേ. ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിന്ന് നടത്തുന്ന ഒരു ബിസിനസ് സംരംഭമാണ് ജോയിൻറ്റ് വെഞ്ചേഴ്സ്, സംയുക്ത സംരംഭം. ദീസ് ഓർഗനൈസേഷൻ മേ ബി പ്രൈവറ്റ്, ഗവൺമെൻറ് ഓൺഡ് ഓർ ഫോറിൻ കമ്പനി. ഈ ബിസിനസ് സ്ഥാപനം ചിലപ്പോൾ സ്വകാര്യ സ്ഥാപനമാവാം, അല്ലെങ്കിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ളതാവാം, അല്ലെങ്കിൽ വിദേശ കമ്പനി ആവാം. ഓക്കെ, ജോയിൻറ്റ് വെഞ്ചർ ഏത് രൂപത്തിലും വരാം. ഓക്കെ, ഇനി നമുക്കിതിൽ പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ജോയിൻറ്റ് വെഞ്ചേഴ്സ്. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ എന്താണെന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം. ആൻ അസോസിയേഷൻ ഓഫ് 2 or more individual or 2 or more organization formed by agreement for a common purpose, പൊതു ലക്ഷ്യത്തിന് വേണ്ടി, or mutual benefit is called joint venture. 2 അതിലധികമോ വ്യക്തികളോ സ്ഥാപനങ്ങളോ രൂപീകരിക്കുന്ന, പൊതു ലക്ഷ്യത്തിന് വേണ്ടി രൂപീകരിക്കുന്ന ഒറ്റ ബിസിനസ് കൂട്ടുകെട്ടിന് പറയുന്ന പേരാണ് ജോയിൻറ്റ് വെഞ്ചേഴ്സ്. ഓക്കെ, ഇനി ഇതിലെ ടോപ്പിക്ക് ടൈപ്സ് ഓഫ് ജോയിൻറ്റ് വെഞ്ചേഴ്സ്. വിവിധ തരം സംയുക്ത സംരംഭങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വൺ, CJV. എന്താ ഫുൾ ഫോം? കോൺട്രാക്ച്വൽ ജോയിൻറ്റ് വെഞ്ചർ. കരാർ അടിസ്ഥാനത്തിലുള്ള സംയുക്ത സംരംഭം. കോൺട്രാക്റ്റാണ്, കോൺട്രാക്ച്വൽ ജോയിൻറ്റ് വെഞ്ചർ. ഇൻ ദിസ് ജോയിൻറ്റ് വെഞ്ചർ എ ന്യൂലി ഓണർ entity is not created, there is only an agreement to work together. അതായത് ഇത്തരം സംയുക്ത സംരംഭങ്ങൾ കൂട്ടായ ഉടമസ്ഥതയിലുള്ള ഒരു പുതിയ അസ്തിത്വം സൃഷ്ടിക്കുന്നില്ല, ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു കരാർ മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് ഒരുമിച്ച് ബിസിനസ് തുടങ്ങാം. ഓക്കെ, ഉടമസ്ഥത, ഓണർഷിപ്പ് കൈമാറുന്നില്ല. ഓക്കെ, ഈ സ്ഥാപനത്തിന് അവർ പറയുന്ന പോളിസി എന്ന് പറയുന്നത്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് അവർ പറയുന്നത്, 2 അതിലധികം കക്ഷികൾക്ക് ഒരു ബിസിനസ് നടത്തുന്നതിന് പൊതുവായ ഒരു ആശയമുണ്ട്. ഓരോ കക്ഷിയും ചില ആവശ്യങ്ങൾ കൊണ്ടുവരും. 2 കക്ഷികൾക്കും ബിസിനസ്സിന് മേൽ നിയന്ത്രണമുണ്ട്. താരതമ്യേന ദീർഘകാലത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റാണ്. അതാണ് കോൺട്രാക്റ്റൽ വെഞ്ചേഴ്സ്. അതായത് എല്ലാവർക്കും, 2 ടീമിനും, എത്ര ടീമാണോ ഉള്ളത് അവർക്ക് കൺട്രോളുണ്ട്. ഓരോരുത്തർക്ക് അവരുടേതായ ആശയങ്ങളുണ്ടാവും. പിന്നെ ഒരുപാട് കാലത്തേക്കുള്ളതാണ്. ഓക്കെ, സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് EJV ആണ്. ആദ്യത്തേത് കോൺട്രാക്റ്റ് CJV ആണ്. രണ്ടാമത്തേത് EJV, ഇക്വിറ്റി ബേസ്ഡ് ജോയിൻറ്റ് വെഞ്ചറാണ്. എന്താ അങ്ങനെ പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ സെപ്പറേറ്റ് ബിസിനസ് എൻറ്റിറ്റി ജോയിൻ്റ്ലി ഓൺഡ് ബൈ 2 or more parties. ഇറ്റ് ഈസ് റിസൾട്ട് ഓഫ് അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദി 2 parties. അതായത് 2 അതിലധികമോ കക്ഷികൾ കൂട്ടായ ഉടമസ്ഥതയിലുള്ളൊരു വ്യത്യസ്ത ബിസിനസ് സംരംഭമാണിത്. നേരത്തെ പറഞ്ഞത് കോൺട്രാക്റ്റ് ബേസിലാണ്, ഉടമസ്ഥൻ മാറ്റുന്നില്ല. ഇവിടെ ഉടമസ്ഥതയിലാണ്. ഇക്വിറ്റി ബേസ്ഡ് ജോയിൻറ്റ് വെഞ്ചറാണ്. കക്ഷികൾ തമ്മിലുള്ള ഒരു കരാറിൻ്റെ പരിണിത ഫലമാണ്. ഇത്തരം സംയുക്ത സംരംഭങ്ങൾ വഴി പാർട്ണർഷിപ്പ്, ട്രസ്റ്റ്, പരിമിത ബാധ്യതയുള്ള പങ്കാളിത്ത സ്ഥാപനം, വെഞ്ചർ ക്യാപിറ്റൽ എന്നിങ്ങനെ പല രൂപത്തിലും ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഒരു പുതിയ സംരംഭം സൃഷ്ടിക്കുന്നതിനുള്ള കരാറ്,
അതേപോലെ ഉൾപ്പെട്ടിട്ടുള്ള കക്ഷികൾ ഉടമസ്ഥത പങ്കുവെക്കും. നമ്മൾ കോൺട്രാക്ച്വൽ ജോയിൻറ്റ് വെഞ്ചറിൽ അവരുടെ ഓണർഷിപ്പ് മാറ്റുന്നില്ല, ഇവിടെ ഓണർഷിപ്പ് മാറ്റുന്നുണ്ട്. ദെൻ കക്ഷികൾക്ക് ഭരണം പങ്കിടും. മൂലധന നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തം പങ്കുവെക്കും. ക്യാപിറ്റൽ ഓരോരുത്തർ എത്രയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. കരാർ അനുസരിച്ച് അവർക്ക് ആ കോൺട്രാക്റ്റ് ബേസിൽ അവർക്ക് പ്രോഫിറ്റ് ഓർ ലോസ് ഷെയർ ചെയ്യാം. ഇതൊക്കെയാണ് ഇക്വിറ്റി ബേസ്ഡ് ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ഫീച്ചേഴ്സ്. ഇനി നമ്മൾ ജോയിൻറ്റ് വെഞ്ചേഴ്സിൻ്റെ മെറിറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മെറിറ്റ്സ് ഓർ അഡ്വാൻറ്റേജസ് ഓർ ബെനഫിറ്റ് ഓഫ് ജോയിൻറ്റ് വെഞ്ചർ. ഫസ്റ്റ് വൺ, ഇൻക്രീസ്ഡ് റിസോഴ്സസ് ആൻഡ് കപ്പാസിറ്റി. ഉയർന്ന വിഭവശേഷിയും പ്രവർത്തനശേഷിയും. അത് നമുക്കറിയാമല്ലോ, യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്ന പോളിസിയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഐക്യമത്യം മഹാബലം. കാരണം വേറൊരു ബിസിനസ് സ്ഥാപനവുമായി നമ്മൾ ജോയിൻ്റായി നിൽക്കുമ്പോൾ, കൈ കോർക്കുമ്പോൾ നിലവിലുള്ള വിഭവശേഷിയും പ്രവർത്തനശേഷിയും ഒന്നുകൂടി ശക്തി കൂടും. ഓക്കെ. ദെൻ സെക്കൻഡ് മെറിറ്റ് എന്ന് പറയുന്നത് ആക്സസ് ടു ന്യൂ മാർക്കറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. പുതിയ വിപണിയിലേക്കും വിതരണ ശൃംഖലയിലേക്കുമുള്ള പ്രാപ്യത. അതായത് അവർക്ക് പുതിയ സംയുക്ത സംരംഭങ്ങൾക്ക് ഇടപാടുകാരുമായി വർദ്ധിതമായ കണക്ഷനുണ്ട്. വിദേശ കമ്പനികൾ ഇന്ത്യൻ കമ്പനികളുമായി സംയുക്ത വ്യാപാരത്തിൽ ഏർപ്പെടുമ്പോൾ വിശാലമായ ഇന്ത്യൻ വിപണി അവർക്ക് കൈകാര്യം ചെയ്യാതെ, അതായത് നമ്മൾ ഇപ്പോൾ ഒരു മൾട്ടിനാഷണൽ കമ്പനി പോലെ ജോയിൻറ്റ് വെഞ്ചർ നടത്തുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യും, ഇന്ത്യൻ വിപണിയിൽ ഒരു പുറത്തുള്ളൊരു വിദേശ രാഷ്ട്രം ഒരു ബിസിനസ് നമ്മൾ ഇന്ത്യൻ വിപണിയുമായിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചർ നടത്തുമ്പോൾ അതേ സമയത്ത് ഇന്ത്യയിലെ എല്ലാ മാർക്കറ്റിലും അവർക്ക് കണക്ഷൻ കിട്ടും. ഓക്കെ, അതാണ് പറഞ്ഞത് ആക്സസ് ടു ന്യൂ മാർക്കറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. ദെൻ ആക്സസ് ടു ടെക്നോളജി, സാങ്കേതിക വിദ്യയുടെ പ്രാപ്യത. അതായത് ജോയിൻറ്റ് വെഞ്ചേഴ്സിൽ മൾട്ടിനാഷണൽ കമ്പനിയിലൊക്കെ ഇന്നിനി എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലും ഇന്നൊവേറ്റീവ് ടെക്നോളജി, മോഡേൺ ടെക്നോളജിയാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഇന്നൊവേഷൻ, നവീകരണം. വിപണിയുടെ പ്രതീക്ഷകൾക്കനുസൃതമായി അത്യാവശ്യം ക്രിയേറ്റിവിറ്റി ലെവലിൽ ബിസിനസ് സ്ഥാപനങ്ങളും അതിലത്തെ പ്രൊഡക്ഷനും കൊണ്ടുപോകാൻ ഏറ്റവും ഗുണം കിട്ടുന്നത് ഇതുകൊണ്ടാണ്, അതായത് ജോയിൻറ്റ് വെഞ്ചർ കൊണ്ടാണ്. ദെൻ ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അങ്ങനെ ലോ കോസ്റ്റ് വരെ, കുറഞ്ഞ ഉൽപ്പാദന ചെലവ്. രണ്ട് സ്ഥാപനങ്ങൾ തമ്മിൽ കൈകോർക്കുമ്പോൾ വൻതോതിലുള്ള ഉൽപ്പാദനം സാധ്യമാകും. അത് വൻകിട ഉൽപ്പാദനത്തിൻ്റെ നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായിക്കും. പിന്നെ അതായത് നമ്മൾ രണ്ട് സ്ഥാപനങ്ങൾ തമ്മിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിലെ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് വരുന്ന എക്സ്പെൻസ്, അത് രണ്ട് സ്ഥാപനത്തെ ഒരുമിച്ച് ചെയ്യുമ്പോഴും എംപ്ലോയീസ് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരും. അതായത് അളവ് നോക്കുമ്പോൾ, ടോട്ടൽ കോസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് കുറവ് വരും. അതുകൊണ്ട് തന്നെ ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ്, പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവാണ്. ദെൻ സിക്സ്ത് പോയിൻ്റ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ് നെയിം, അംഗീകൃത വ്യാപാര നാമം അവർക്ക് കിട്ടും. അതായത് പിന്നെ രണ്ട് ബിസിനസ് സ്ഥാപനമൊക്കെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനത്തിന് അവരുടെ ആ ഒരു ഗുഡ് വിൽ കൊണ്ട്, അവരുടെ ആ ഒരു ഫേമസ് കൊണ്ട് മറ്റു സ്ഥാപനത്തിന് അത് ഉപകാരമാവും. വെൻ ടു ബിസിനസ് ജോയിൻ ടുഗദർ ബൈ ജോയിൻറ്റ് വെഞ്ചർ, ഗുഡ് വിൽ ഓഫ് വൺ ഓഫ് ദ പാർട്ടീസ് ഈസ് എൻജോയ്ഡ് ബൈ ദി അതർ പാർട്ടി. ഒരു ബിസിനസ് സ്ഥാപനം, രണ്ട് ബിസിനസ് സ്ഥാപനം ജോയിൻ്റ് ആവുകയാണ്, അതിൽ ഒന്ന് നല്ല ഗുഡ് വിൽ ഉള്ളതാവുമ്പം അതിൻ്റെ ഗുണം മറ്റു സ്ഥാപനത്തിനും ഒരുമിച്ച് കിട്ടും. അത് നല്ലൊരു മെറിറ്റായിട്ട് നമുക്ക് പറയാം. എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ് നെയിം. അപ്പോൾ ഏതൊക്കെയായിരുന്നു ജോയിൻറ്റ് വെഞ്ചേഴ്സിൻ്റെ മെറിറ്റ്സ്? ഇൻക്രീസ്ഡ് റിസോഴ്സസ് ആൻഡ് കപ്പാസിറ്റി. എന്താങ്ങനെ പറഞ്ഞാൽ റിസോഴ്സസ്, കപ്പാസിറ്റി, ഉയർന്ന വിഭവശേഷിയും പ്രവർത്തനശേഷിയും. ദെൻ ആക്സസ് ടു ന്യൂ മാർക്കറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, പുതിയ വിപണിയിലേക്കും വിതരണ ശൃംഖലയിലേക്കുമുള്ള പ്രാപ്യത. ദെൻ ആക്സസ് ടു ടെക്നോളജി, സാങ്കേതിക വിദ്യയുടെ ഫലം. ദെൻ ഇന്നൊവേഷൻ, നവീകരണം. ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കുറഞ്ഞ ഉൽപ്പാദന ചെലവ്. ദെൻ ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ് നെയിം, അംഗീകൃത വ്യാപാര നാമം. ഇതൊക്കെയാണ് ജോയിൻറ്റ് വെഞ്ചർ കൊണ്ടുള്ള ഗുണങ്ങൾ. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് പാർട്ട് PPP, പൊതു സ്വകാര്യ പങ്കാളിത്തം, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. പബ്ലിക് പൊതു, പ്രൈവറ്റ് സ്വകാര്യം, പാർട്ണർഷിപ്പ് പങ്കാളിത്തം. 3P.
അല്ലേ? ഒരു പൊതു ആസ്തിയെയോ സേവനമോ പ്രദാനം ചെയ്യുന്നതിനായി സ്വകാര്യ കക്ഷികളും ഒരു ഗവൺമെൻറ് സംരംഭവും തമ്മിലുള്ള ദീർഘകാല കരാറാണ് പൊതു സ്വകാര്യ പങ്കാളിത്തം. ഒന്നുകൂടി പറഞ്ഞുതരാം. എ പബ്ലിക് പാർട്ണർഷിപ്പ് ഈസ് എ ലോങ് ടേം കോൺട്രാക്റ്റ് ബിറ്റ്വീൻ പ്രൈവറ്റ് പാർട്ടീസ് ആൻഡ് ഗവൺമെൻറ് എൻറ്റിറ്റി ഫോർ പ്രൊവൈഡിങ് എ പബ്ലിക് അസറ്റ് ഓർ സർവീസ് ഈസ് കോൾഡ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും അല്ലേ, ഇങ്ങനെയുള്ള സ്ഥാപനം ഉണ്ടോയെന്ന്. ഉണ്ട്, പക്ഷെ അതാണ് നമുക്കറിയില്ല, അതാണ് പ്രശ്നം. ഓക്കെ, ഏതാണെന്ന് അറിയോ? ലോകവ്യാപകമായി പൊതു സ്വകാര്യ പങ്കാളിത്തം വിജയകരമായി പൂർത്തീകരിച്ച മേഖലകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് അറിയോ? ഇലക്ട്രിസിറ്റി കേസ്, പിന്നെ ഗതാഗത ശൃംഖല, എന്താണ് ഗതാഗതം, ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക്, പാർക്കുകൾ, ദെൻ ഹോസ്പിറ്റൽസ്, വാട്ടർ ആൻഡ് സാനിറ്ററീസ്, സ്റ്റേഡിയം, കൺവെൻഷൻ സെൻറ്റർ, റെയിൽവേ, റോഡ് എക്സെട്ര. ഇതൊക്കെ ഇതുപോലെയുള്ള സംരംഭങ്ങളിൽ ഉള്ളതാണ്. ഓക്കെ, എന്താണ് ഇതിൻ്റെ ഇവർ ചെയ്യുന്ന വർക്ക്? എന്താണ്? നിശ്ചയിച്ച ബജറ്റിൽ വലിയ പ്രോജക്റ്റുകൾ കൃത്യസമയത്ത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി സ്വകാര്യ മേഖലയാ സാങ്കേതിക വിദ്യയും നൂതന ആശയങ്ങളും പൊതുമേഖലയുടെ പ്രോത്സാഹനവും ഒന്നിക്കുമ്പോൾ ഇത്തരം പാർട്ണർഷിപ്പുകൾ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കും. അതായത് ഓരോ പ്രൊജക്റ്റും കൃത്യസമയത്ത് നടപ്പാക്കാനും അവർ കറക്റ്റായിട്ട് എല്ലാവരും പ്രൈവറ്റും പബ്ലിക്കും പാർട്ണർഷിപ്പ് എല്ലാവരും കൂടി ഒരുമിച്ച് യൂണിയൻ സ്ട്രെങ്ത് പറഞ്ഞ പോലെ തന്നെ അല്ലേ, നല്ല രീതിയിൽ റിസൾട്ട് കിട്ടാൻ ഉപകാരപ്രദമാണ്. അതാണ് പബ്ലിക് സെക്ടറിൻ്റെ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൻ്റെ ഒരു ലക്ഷ്യം. ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് അവരത് നടത്തിക്കൊണ്ട് പോകുന്നത്. ഏതൊക്കെയായിരുന്നു ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത്? ഏതൊക്കെയായിരുന്നു? വേൾഡ് വൈഡ് ഇൻക്ലൂഡ് പവർ ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക്, പാർക്ക്, ഹോസ്പിറ്റൽ, വാട്ടർ ആൻഡ് സാനിറ്ററീസ്, സ്റ്റേഡിയം, കൺവെൻഷൻ സെൻറ്റർ ആൻഡ് റെയിൽവേ, റോഡും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ചാപ്റ്ററിൻ്റെ ഭാഗം, അതായത് പ്രൈവറ്റ് പബ്ലിക് ആൻഡ് ഗ്ലോബൽ എൻ്റർപ്രൈസസ് എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടായിരുന്നു. അതിൽ മെയിനായിട്ട് പറഞ്ഞത് റോൾ ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് അല്ലേ, ചേഞ്ചിങ് റോൾ ഓഫ് പബ്ലിക് സെക്ടർ, ദെൻ മൾട്ടിനാഷണൽ കമ്പനി, ജോയിൻറ്റ് വെഞ്ചേഴ്സ്, ടൈപ്സ് ഓഫ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് ഏതൊക്കെയായിരുന്നു? CJV, കോൺട്രാക്ച്വൽ ജോയിൻറ്റ് വെഞ്ചർ ആൻഡ് ഇക്വിറ്റി ബേസ്ഡ് ജോയിൻറ്റ് വെഞ്ചർ, പിന്നെ ലാസ്റ്റ് വൺ PPP, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.